ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റാണ് കണ്ടത്. കൊടിയേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് കുട്ടികളുടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു താലപ്പൊലി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയുള്ള ഒരു ഗരുഡൻ്റെ പരിപാടി. എല്ലാത്തിനും ഇങ്ങനെ കൂടെ നടന്ന് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിലെ ലൈറ്റും കാര്യങ്ങളും തോരണവും ഒക്കെയാണ്. അതൊക്കെ ചെറിയ രീതിയിലേ ഉള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്പലം ഒരു കുഞ്ഞമ്പലമാണ്, ഒരുപാട് വലിപ്പമൊന്നുമില്ല. അതായത് ഒരു പുതിയ കാണിക്ക മണ്ഡപമൊക്കെ ഇപ്പോൾ പണിത് വെക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവർക്കും ഭയങ്കര സന്തോഷം അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴേക്കും. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അന്ന്. പിന്നെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാരെല്ലാം കൂടെ ദേശതാലപ്പൊലി, ചേച്ചിമാരും പിള്ളേരും എല്ലാം ഉണ്ട്. അതായത് ഞങ്ങളുടെ ഹർണിക്കുട്ടി അവിടെ ഒരുങ്ങി പട്ടുപാവടയൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിപ്പുണ്ട്. അവളൊക്കെ താലപ്പൊലി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗരുഡൻ്റെ പൈറ്റ് ഒരു രക്ഷയില്ലാത്തൊരു പൈറ്റാണ്. എൻ്റെ പൊന്നോ, എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഗരുഡൻ്റെ പൈറ്റ് കാണുന്നത്. ഞാനിങ്ങനെ എത്ര നേരം വേണേലും നിന്ന് ആസ്വദിച്ചത് കാണും. കാരണം ആ ചെണ്ടമേളത്തിന് ഒപ്പം നിന്നുകൊണ്ടുള്ള അവരുടെ ആ ഓരോ ചുവടുവെപ്പും ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ദേശതാലപ്പൊലിയുടെ കൂടെ ഈ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ശരി, അത് ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഹരം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ അവർക്ക് നോൺ സ്റ്റോപ്പ് ആട്ടമാണ്. ചെണ്ടമേളക്കാർക്കും അതുതന്നെ, അവർ നിർത്തുന്നില്ല, അവരിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അവരുടെ ആ ഓരോ താളത്തിനും ഒപ്പമാണ് ഇവർ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നത്. അതിലൊരു പുള്ളിക്കാരനാണെങ്കിലുള്ള കറക്കം ഒരു രക്ഷയില്ല, അടാറ് കറക്കമാണ്. എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നത് അങ്ങനെ ആസ്വദിച്ച്, നമുക്ക് ഇങ്ങനെ അത് തുള്ളുന്നത് കാണുമ്പോൾ കൂടെ തുള്ളിയാൽ കൊള്ളാലോ എന്ന് തോന്നിപ്പോവും. പക്ഷെ തുള്ളത്തില്ലല്ലോ, കണ്ട് ആസ്വദിക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശരി, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാനതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിന്ന് മണിക്കൂറുകൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോരണ്ടേ. അപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ ചേച്ചി എന്നെ വിളിക്കാൻ തുടങ്ങി, വീട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ട്. ഞാനൊട്ട് പോവുക അതുമില്ല, ഞാനിങ്ങനെ ക്യാമറയിൽ ഇതിങ്ങനെ പകർത്തി അങ്ങനെ നിന്ന് അവരുടെ ഓരോ ആട്ടങ്ങളും അല്ലെങ്കിൽ ആ ഓരോ ചുവട് വെക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക രസം തോന്നിക്കും. എന്തായാലും ശരി, ഞാൻ കുറേ നേരം അവിടെ നിന്ന് അങ്ങ് കണ്ട്. കാരണം എനിക്കറിയാം പുള്ളി ഒന്നും കൂടെ അതുപോലെ വട്ടം കറങ്ങും, അതൊന്നുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെയിറ്റ് ചെയ്ത് നിന്നത്. പക്ഷേ ആ വെയിറ്റ് ചെയ്ത് നിന്നതിന് ഫലം ഉണ്ടായി കേട്ടോ. പുള്ളിയുടെ ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു വീണ്ടും ഒരു കറക്കം ഞാൻ ഇതിനെ കാണാൻ വേണ്ടി നോക്കി നിൽക്കുക. അടിപൊളി കറക്കം, കൊള്ളാം. അതും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ. അത് രണ്ടുപേരെ വന്നുള്ളൂ. അതെ, അവർക്ക് ഞാൻ നല്ല അടിപൊളി ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവരുമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്താ, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മളെ പറ്റിച്ചു. പെട്ടെന്ന് തന്നെ ഒരു കറണ്ട് ടപ്പേന്ന് കൊണ്ടുപോയി. പിന്നെ എന്ത് ചെയ്യാൻ, ക്യാൻഡിൽ ഡിന്നറാക്കി ഞങ്ങൾ. കറണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻഡിൽ ഡിന്നറൊക്കെ കഴിച്ച് അവരുടെ വീടുകളിലേക്കൊക്കെ പോയി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് പോയി. അത് കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ എന്ന് പറഞ്ഞവരുടെ ഒരു കലാരൂപവും അവരുടെ പാരഡി ഗാനവും പിന്നെന്താ തോറ്റംപാട്ട്, തെയ്യംപാട്ട്, പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട്, അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ അടിപൊളിയായിരുന്നു. കുറേ ഈ നാടൻ കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കാരമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ നാട്ടിലില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പേരൊന്നും എനിക്കതുകൊണ്ട് പറയാൻ അറിയത്തില്ല. സംഭവം എന്തായാലും അടിപൊളി സൂപ്പറായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് നന്നായിട്ടത് ആസ്വദിച്ചു. കാരണം ഇതിൽ തലയിൽ തീയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് സ്റ്റേജിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ നമ്മുടെ പണ്ടത്തെ വീഴരാജ ഡ്യൂപ്പാണ് കേട്ടോ പുള്ളി, ഡ്യൂപ്പ് പുന്നപ്ര മധു എന്ന് പറയും. പുള്ളിക്കാരൻ്റെ ഇതുപോലെ പാരഡി ഗാനം ഉണ്ടായിരുന്നു, പിന്നെ മിമിക്രി ഉണ്ടായിരുന്നു. വീണ്ടും ഇതുപോലെ ഓരോ തോറ്റം, തെയ്യം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും ഇറങ്ങി വന്നു. പിന്നെ നമ്മുടെ പുന്നപ്ര മധുചേട്ടൻ്റെ കൂട്ടത്തിൽ മിമിക്രി ചെയ്തത് ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്, വിജീഷ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഞാൻ ആ ലേഡീനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സീരിയലിൽ ടി വിയിലൊക്കെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് സീരിയൽ വാച്ച് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് അത്രയും പേര് എനിക്ക് ക്ലിയർ അല്ല. പക്ഷേ എന്തായാലും സൂപ്പർ ആക്ടിങ് ആയിരുന്നു. നന്നായിട്ട് അവർ രണ്ടുപേരും നല്ല രീതിയിലൊരു സ്കിറ്റ് അവതരിപ്പിച്ചു. പിന്നെ എല്ലാവർക്കും ഒരു കലാശക്കൊട്ടായതുകൊണ്ട് പിന്നെ അത് മൊത്തത്തിൽ എല്ലാവരും കൂടെ കയറി, പിള്ളേർ പുറകില്ല മുന്നിൽ എല്ലാം കൂടെ കയറുന്നുണ്ട്, അങ്ങനെ ആസ്വദിക്കുമായിരുന്നു. അടിപൊളിയാക്കി എന്തെങ്കിലും പരിപാടി ലാസ്റ്റ്. പിന്നെ അത് ഞങ്ങളുടെ കണ്ടകർണൻ ഭഗവാന്റെ ആറാട്ടാണ്. ആറാട്ടെല്ലാം കഴിഞ്ഞ് ഭഗവാൻ നേരെ അമ്പലത്തിലേക്ക് തിരിച്ച് കയറുവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു.